ഓക്കെ, അപ്പൊ നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് 2015 ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ളതായിരുന്നു. ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ കൂളംസ് റിക്വയർഡ് ടു ലിബറേറ്റ് 112 milliliter ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് NTP. അതായത് 112 ml ഹൈഡ്രജൻ ഗ്യാസിനെ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കറണ്ട് കൊടുക്കണം എന്നാണ്. ഓക്കെ, നമ്മളത് ഇലക്ട്രോളിസിസിനകത്ത് വരുന്നതാണത്. ഇലക്ട്രോളിസിസ് ഫാരഡേസ് ലോ നമ്മൾ പഠിച്ചില്ലായിരുന്നു. കറണ്ട് കടത്തി വിടുമ്പോൾ കെമിക്കൽ റിയാക്ഷൻ നടക്കും, അതിന്റെ ഫലമായിട്ട് കാഥോഡിലോ ആനോഡിലോ ഗ്യാസസ് എന്തെങ്കിലും ലിബറേറ്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഫാരഡേസ് ഫസ്റ്റ് ലോ അനുസരിച്ചിട്ടുള്ള എന്താ പറയാ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. പിന്നെ ഇതിനകത്ത് തന്നിരിക്കുന്ന ഒരു ടേം എന്ന് വെച്ചാൽ NTP ആണ്. ഓക്കെ, അപ്പോൾ NTP എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ ടെമ്പറേച്ചർ പ്രഷർ ആണ്. വെച്ചാൽ നോർമൽ നമ്മുടെ എത്ര റൂം നോർമൽ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 273 കെൽവിനും അതുപോലെ തന്നെ ടെമ്പറേച്ചർ 1 atmospheric പ്രഷറും വോളിയം എന്ന് പറഞ്ഞാൽ 22.4 ലിറ്റർ ആണ്. ഓക്കെ, അതാണ് NTP എന്ന് പറയുന്നത്. NTP ഡെഫിനേഷനകത്ത് വരുന്നത് വോളിയം 22.4 ലിറ്ററും പ്രഷറും ടെമ്പറേച്ചറും നോർമൽ ടെമ്പറേച്ചറും പ്രഷറുമാണ്. അതാണ് NTP എന്ന് പറയുന്നത്. അപ്പോൾ 112 ml ഗ്യാസ് ലിബറേറ്റ് ചെയ്യാൻ എത്ര കറണ്ട് കൊടുക്കണം എന്നാണ് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ H2 ഗ്യാസ് ലിബറേറ്റ് ചെയ്യണം. അപ്പൊ അതിന്റെ റിയാക്ഷൻ, ജസ്റ്റ് ആ റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. അതായത് H+ അയോൺ എന്തായിട്ട് മാറണം? H2 ഗ്യാസ് ആയിട്ട് മാറണം അല്ലെ. അപ്പോൾ ഇവിടെ എത്ര ഹൈഡ്രജൻസ് വേണം? നമുക്ക് 2 ഹൈഡ്രജൻസ് വേണം. അപ്പോൾ ഒരു ഹൈഡ്രജൻ അയോൺ ഹൈഡ്രജൻ ആറ്റം ആകണമെങ്കിൽ അതെന്ത് വേണം? അതൊരു ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ. അപ്പോൾ 2 ഹൈഡ്രജൻ അയോൺസ് ആകുമ്പോൾ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. 2H++ 2 ഇലക്ട്രോൺ ഗീവ്സ് H2. ഓക്കെ, ഇനി ഇവിടെ എത്ര ചാർജ് ആണ് ഇവോൾവ് ചെയ്യുന്നത്? 2 ഇലക്ട്രോൺ അല്ലെ. അപ്പൊ 2 ഇലക്ട്രോൺ ആകുമ്പോൾ എത്ര ഫാരഡ് ആയിരിക്കും? 2 ഫാരഡ് അല്ലെ. 2 ചാർജ് ആണെങ്കിൽ അത് 2 ഫാരഡിന് കറസ്പോണ്ട് ചെയ്യണം. ഓക്കെ, അത് 2 ഇലക്ട്രോൺ ഫോർ 2 ചാർജിന് 2 ഫാരഡ് ആണ് വേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? 112 ml. നമ്മൾ ഇവിടെ ജസ്റ്റ് ഇതിന്റെ എന്താ പറയാ, ഇവിടെ 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് അല്ലേ ഫോം ചെയ്യുന്നത്. അപ്പൊ നോർമൽ കണ്ടീഷൻ ആണെങ്കിൽ ഈ 1 മോൾ ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറഞ്ഞാൽ എത്ര വോളിയം എന്നാണ് അതിന്റെ അർത്ഥം? 22.4 ലിറ്റർ. ഓക്കെ, അതാണ് STP അല്ലെ. NTP എന്ന് പറഞ്ഞ കണ്ടീഷൻ ഇതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 1 മോൾ ഹൈഡ്രജൻ ആണ്. നമുക്കിവിടെ 2 മോൾ ഹൈഡ്രജൻ അയോണിൽ നിന്ന് നമുക്ക് 1 മോൾ ഹൈഡ്രജൻ ഫോം ചെയ്ത്, അത് നോക്കേണ്ട കാര്യമില്ല. 2 ഫാരഡ് ചാർജ് വെച്ചിട്ട് നമുക്ക് 1 മോൾ ഹൈഡ്രജൻ ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. അപ്പൊ 1 മോൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ എന്ത് തന്നിരിക്കുന്നത്? മില്ലി ലിറ്ററിലല്ലേ തന്നിരിക്കുന്നത്. അതായത് വോളിയത്തിലാണ് തന്നിരിക്കുന്നത് അല്ലെ, ലിറ്ററിലാണ് അല്ലെങ്കിൽ മില്ലി ലിറ്ററിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ലിറ്ററിനെ നമുക്ക് ഇവിടെ 1 മോളുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് NTP എന്ന് പറഞ്ഞ ഒരു എന്താ പറയാ ഒരു ഇത് തന്നിരിക്കുന്നത് അവിടെ. അപ്പൊ NTP എന്ന് പറഞ്ഞാൽ 1 മോളില് എത്ര വോളിയം ഉണ്ടെന്നാണ്? 22.4 ലിറ്റർ ആയിരിക്കും 1 മോളിന്റെ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 22.4 ലിറ്ററിന് 2 ഫാരഡ് വേണം. അതായത് 2 ഫാരഡ് കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ലിറ്റർ എന്താ പറയാ എത്ര ലിറ്റർ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും? 22.4 ലിറ്റർ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പൊ 2 ഫാരഡ് കയ്യിലുണ്ടെങ്കിൽ 2 ഫാരഡ് ഇലക്ട്രിസിറ്റി നമ്മുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയാണ്? 22.4 ലിറ്റർ ഹൈഡ്രജൻ ഗ്യാസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മുടെ കയ്യിൽ ഇപ്പൊ നമുക്ക് എത്ര ഹൈഡ്രജനെ മതി? 112 ml ഹൈഡ്രജനെ മതി അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് 112 ml അല്ലേ കിടക്കുന്നത്. അപ്പൊ 22.4 ലിറ്റർ ആണ് സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ മില്ലി ലിറ്ററിനെ എന്തിലേക്ക് മാറ്റണം? ലിറ്ററിലേക്ക് മാറ്റണം അല്ലെ. അപ്പൊ മില്ലി ലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 12 മില്ലി ലിറ്റർ ഇസ് ഈക്വൽ ടു എത്ര ലിറ്റർ ആണ്? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 112/1000. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഈ കൺവേർഷൻ ചെയ്യണം. അപ്പൊ 112/1000 എത്ര? മൂന്ന് സ്ഥാനം ഇപ്പുറത്തോട്ട് പോയിന്റ് ഇട്ടപ്പോൾ 0.112 ലിറ്റർ അല്ലെ. അപ്പൊ നമുക്ക് 22.4 ലിറ്റർ ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്ക് ആവശ്യം എത്ര ചാർജ് ആണ്? 2 ഫാരഡ് ആണ്. അങ്ങനെയെങ്കിൽ 1 ലിറ്ററിന് നമുക്ക് എത്ര ഫാരഡ് വേണ്ടി വരും? 1 ലിറ്ററിനാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എന്താ? 2 ഫാരഡ് ഡിവൈഡ് ബൈ 22.4 എന്ന് എഴുതിക്കൂടെ?
ഇത് 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 ലിറ്ററിന് കിട്ടും. നമുക്ക് ക്വസ്റ്റ്യനകത്ത് എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 0.112 ലിറ്ററിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ചാർജ്, ഇത്രയും ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ചാർജ് ആണ് വേണ്ടത്? അതായത് ഒരു ലിറ്ററിനാണെന്നുണ്ടെങ്കിൽ 2 ഫാരഡ് ബൈ 22.4, അങ്ങനെയെങ്കിൽ 0.112 അതേ ഇൻറ്റു 0.112 ഇട്ടാ പോരെ? അപ്പൊ എത്ര കിട്ടും? ടോട്ടൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എത്ര ഫാരഡ് എന്നാണോ ചോദിച്ചിരിക്കുന്നത്? അല്ല, ഫാരഡ് എന്നല്ല, കൂളംബിലാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഫാരഡിനെ കൂളംബിലോട്ട് ആക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ദാറ്റ് ഈസ് 1 ഫാരഡ് ഇസ് ഈക്വൽ ടു 96,500 കൂളോംബ് ആണ്. അപ്പോൾ ഈ ഫാരഡിനെ നമുക്ക് കൂളോംബിൽ ചോദിച്ചിരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ 96,500 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 2 ഇൻറ്റു 96,500 ഡിവൈഡ് ബൈ 22.4, അതേ ഇൻറ്റു 0.112, ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര 112 ml ഹൈഡ്രജൻ ലിബറേറ്റ് ചെയ്യാൻ നമ്മൾ എത്ര കൂളംബിൽ എത്ര കറണ്ട് കൊടുക്കണം എന്നുള്ളത് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ഇത്രയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം കിട്ടുന്ന ആൻസർ എന്ന് പറഞ്ഞാൽ 965 കൂളോംബാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് സിംപ്ലി നമുക്ക് വേറെ ഇക്വേഷൻ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മൾ ആ ചേഞ്ച് എന്താന്നുള്ളത് നോക്കണം. ആ ഇലക്ട്രോളിസിസിൽ നടക്കുന്ന പ്രോസസ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ ഗ്യാസ് ആണ് ലിബറേറ്റ് ചെയ്യുന്നതെന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഇവിടെ എന്താ നടക്കുന്നത്? അഡിഷൻ ഓഫ് ഇലക്ട്രോൺ, ദാറ്റ് ഈസ് റിഡക്ഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഒരു കാഥോഡിൽ ആ റിയാക്ഷൻ ആണല്ലോ, കാഥോഡിലാണ് നടക്കുന്നത് റിഡക്ഷൻ നടക്കുന്നത്. അപ്പോൾ കാഥോഡിക് റിയാക്ഷൻ എഴുതണം. ഓക്കെ, കാഥോഡ് റിയാക്ഷൻ കഴിഞ്ഞിട്ട് അതിനകത്ത് എത്ര ഇലക്ട്രോൺസ് ടേക്ക് പാർട്ട് ചെയ്യുന്നു നോക്കുക. അതിന് കറസ്പോണ്ടിങ് അത്രയും ഫാരഡ് ആവശ്യമാണ്. അപ്പം ഇത്ര ഫാരഡിന് നമുക്ക് ഇത്ര ലിറ്ററിൽ ഇത്ര മോൾ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനനുസരിച്ച് ബാക്കിയൊക്കെ നോർമൽ കാൽക്കുലേഷൻ ആണ്, സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഫാരഡേസ് ലോ, ഇലക്ട്രോളിസിസിനകത്ത് വരുന്ന ഫാരഡേസ് ലോ പഠിച്ചിരുന്നാൽ മതി. ഇതും സെയിം ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെയാണ്. ഫാരഡേസ് ഇലക്ട്രോളിസിസ്, ഫാരഡേസ് സെക്കൻഡ് ലോയുമായി ഫാരഡേസ് ഫസ്റ്റ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. 5 ampere current passed for 20 seconds deposit 0.058 gram of an ion whose atomic weight is 189. The valency of ion is, അതായത് നമ്മൾ ഒരു സൊല്യൂഷനകത്തേക്ക് 5 ആംപിയർ കറണ്ട് കടത്തി വരും. അതായത് 20 സെക്കൻഡ് ടൈമിലേക്ക് നമ്മൾ 5 ആംപിയർ കറണ്ട് കടത്തി വിടുമ്പോൾ 0.0658 ഗ്രാം ഒരു പർട്ടിക്കുലർ അയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ അയോണിന്റെ വാലൻസി എത്രയാണ്? ഫാരഡേസ് ഫസ്റ്റ് ലോയുടെ ഒരു പ്രോബ്ലം ആണിത്. അതിനകത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. W is equal to ZIT എന്നൊരു ഇക്വേഷൻ പറഞ്ഞു. W അല്ലെങ്കിൽ M, അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന്റെ വെയിറ്റ് ഇസ് ഈക്വൽ ടു Z ഇൻറ്റു IT എന്ന് അല്ലെ. Z നമ്മളൊരു ഫാക്ടർ എന്നല്ലേ പറയാം, ഇക്വലന്റ് ഫാക്ടർ എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് ഇസഡിന് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. Z is equal to equivalent weight by farad, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. ജസ്റ്റ് ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇസഡിന് പകരം എന്തെന്ന് കൊടുത്തു? EIT by F. അപ്പൊ ഇതിൽ നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഏതൊക്കെ ടേംസ് ഉണ്ട്? W നമുക്കറിയാം, കറണ്ട് അറിയാം, എത്ര ടൈം ആണെന്ന് അറിയാം, ഫാരഡ് കോൺസ്റ്റന്റ് ആണ് അല്ലെ 96,500. അറിയാത്തത് എന്തേ ഉള്ളൂ? ഇക്വലന്റ് വെയിറ്റ്. അയോൺ അൺനോൺ ആണ്, നമുക്ക് അയോൺ ഏതാന്ന് അറിയത്തില്ല. അപ്പൊ അതിന്റെ ഇക്വലന്റ് വെയിറ്റ് നമ്മൾക്ക് അറിയില്ല. അപ്പൊ ഇത്രയും ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വലന്റ് വെയിറ്റ് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഈസ് E is equal to എങ്ങനെ എഴുതാം? W ഇൻറ്റു F ഡിവൈഡഡ് ബൈ I ഇൻറ്റു T. T എന്താണ് ഇവിടെ? ടൈം ആണ് അല്ലെ. അപ്പോൾ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കി. 0.0658 ഇൻറ്റു ഫാരഡ് എന്ന് പറയുമ്പോൾ 96,500 ഡിവൈഡഡ് ബൈ I5 ആംപിയർ ഇൻറ്റു ടൈം 20 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഏകദേശം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോഴത്തേക്കിനും ഏകദേശം നമുക്ക് 63.5 എന്നാണ് കിട്ടുന്നത്. ഓക്കെ,
അപ്പൊ ഇക്വലന്റ് വെയിറ്റ് ആണ് എന്ത് കിട്ടുന്നത് 63.5 എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോ ഇക്വലന്റ് വെയിറ്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ് അതും ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. മൊളാർ മാസ് ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ എൻ അല്ലെ. ഈ എൻ ആണ് എന്ത് വാലൻസി. ഇക്വലന്റ് വെയിറ്റ് നമ്മൾ നോർമലി ഇക്വലന്റ് വെയിറ്റ് പറയുന്നത് എങ്ങനെയാണ്, അതിന്റെ ടോട്ടൽ മൊളാർ മാസ് ബൈ അതിന്റെ അത് എത്ര വാലൻസ് എത്ര ഇലക്ട്രോൺസ് ട്രാൻസ്ഫറൻസ് വഴിയിട്ടാണ് ആ ഒരു റിയാക്ഷൻ നടക്കുന്നത് നമ്മൾ എഴുതത്തില്ലേ, അതാണ് ആ എൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കുന്നത്, എൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത് അല്ലെ, വാലൻസി ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എൻ കണ്ടുപിടിക്കാലോ. എൻ ഇസ് ഈക്വൽ ടു മൊളാർ മാസ് എവിടെ നിന്നുണ്ട്, മൊളാർ മാസ് അല്ല സോറി അറ്റോമിക് വെയിറ്റ് ഉണ്ട്. അറ്റോമിക് വെയിറ്റ് എത്രയാണ് 189 ആണ്, ഡിവൈഡഡ് ബൈ ഇക്വലന്റ് വെയിറ്റ് എത്രയാണ് 63.5. അപ്പൊ ഇത് ചെയ്യുമ്പോൾ ഏകദേശം നമുക്കൊരു 2.98 സംതിങ് എന്ന് കിട്ടും. അതിനെ നമ്മൾ 3 ആയിട്ട് റൗണ്ട് ചെയ്തിരുന്നു. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എ ആണ്. ഒന്നുകൂടെ പറയാം, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താ, 5 ആംപിയർ കറണ്ട് ഒരു പർട്ടിക്കുലർ സൊല്യൂഷനകത്തേക്ക് 5 ആംപിയർ കറണ്ട് ഒരു 20 സെക്കൻഡിൽ കടത്തി വിടുമ്പോൾ അത് 0.0658 ഗ്രാം അയോൺ ഡിപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, അപ്പം ആ അയോണിന്റെ വാലൻസ് ഇപ്പൊ വെച്ചാൽ ഇവിടെ നമുക്ക് അയോൺ അൺനോൺ ആണ്, അയോൺ ഏതാന്ന് നമുക്ക് അറിയില്ല, തന്നിട്ടില്ല അല്ലെ. അപ്പൊ അതിന്റെ അയോണിന്റെ വാലൻസ് ഇപ്പൊ ഫസ്റ്റ് നമുക്ക് ഈ ഡേറ്റാസ് തന്നിരിക്കുന്ന 5 ആംപിയർ, ടൈം, വെയിറ്റ് ഓഫ് ദി സബ്സ്റ്റന്റ്, ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റന്റ് വെയിറ്റ്, ഈ മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫാരഡേസ് ഫസ്റ്റ് ലോ കിട്ടും. ഫാരഡേസ് ഫസ്റ്റ് ലോ അനുസരിച്ച് Z ആണ്. അപ്പൊ നമുക്ക് Z ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വാലൻസി നമുക്ക് അറിയാൻ പറ്റൂ. അപ്പൊ ഇസഡിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇക്വേഷൻ ഉണ്ട്, എന്താണ് E/F. അതെ, നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ബാക്കി എല്ലാം നോൺ ക്വാണ്ടിറ്റി ആണ് ഇക്വലന്റ് വെയിറ്റ് ഒഴിച്ച്. അപ്പൊ ഇക്വലന്റ് വെയിറ്റ് നമുക്ക് കിട്ടും. ഈ ഇക്വലന്റ് വെയിറ്റ് വരുന്ന ആരാ, നോർമലി അത് 63.5 സാധാരണ വരുന്നത് കോപ്പറിനാണ്. പക്ഷെ നമ്മൾ ഇവിടെ നമുക്ക് അറിയത്തില്ല അയോൺ ഏതാന്ന് നമുക്ക് ചോദിച്ചിട്ടും ഇല്ല. അപ്പൊ 63.5 ഇക്വലന്റ് വെയിറ്റ് കിട്ടും. ഇക്വലന്റ് വെയിറ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, അതിന്റെ വാലൻസി കൊണ്ട്, അതായത് മോളിക്കുലർ അറ്റോമിക് വെയിറ്റിനെയും മോളിക്കുലർ വെയിറ്റിന്റെ വാലൻസ്, നോർമലി അറ്റോമിക് വെയിറ്റിനെ അതിന്റെ വാലൻസി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇക്വലന്റ് വെയിറ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റിനകത്ത് എന്ത് തന്നിട്ടുണ്ട്, അറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ അറ്റോമിക് വെയിറ്റിനെ നമുക്ക് തന്നിരിക്കുന്ന നമുക്ക് ഇതാ ഇക്വേഷൻ ചെയ്ത് കിട്ടുമ്പോൾ ഇക്വലന്റ് വെയിറ്റ് കൊണ്ടിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കിന് എന്ത് കിട്ടും, ഈ പറഞ്ഞ വാലൻസി എത്രയാണ് കിട്ടും. ഓക്കെ, അപ്പം ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നല്ലോണം വായിച്ചു നോക്കിയിട്ട് ഇവരെല്ലാവരെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ഇക്വേഷൻ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അതിനാണ് നമ്മൾ ഈ 2 ലോ, അതായത് ആ 2 ലോയിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഒന്നാമത്തെ ലോയിൽ മാക്സിമം ഇക്വേഷൻസ് എല്ലാം ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആ ഒരു പ്രോബ്ലവും ചെയ്തതല്ലായിരുന്നു. നെക്സ്റ്റ് ഇതൊരു +2 ലെവൽ എക്സാമിന്റെ ആയിരുന്നു. 2017 നടന്ന ഒരു ലാബ് അസിസ്റ്റന്റിന്റെ എക്സാമിന്റെ ആയിരുന്നു. ദി സെൽ യൂസ്ഡ് ഇൻ അപ്പോളോ സ്പേസ് പ്രോഗ്രാം. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് വേണ്ടി ഉപയോഗിക്കുന്ന ബാറ്ററി അല്ലെങ്കിൽ സെൽ ഏതാണ്, ഫ്യൂവൽ സെൽ. അപ്പോളോ സ്പേസ് പ്രോഗ്രാമിന് ഉപയോഗിക്കുന്ന ഏതാണ്, ഫ്യൂവൽ സെൽ അല്ലെ. കാരണം എന്താണ്, അതിന്റെ ബൈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ ആണ്. അപ്പൊ വാട്ടറിന് ഡ്രിങ്കിങ് പർപ്പസസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് മാത്രമല്ല ഹൈലി നമുക്ക് നോർമൽ ബാറ്ററി, കൺവെൻഷണൽ ബാറ്ററിയെക്കാളും ഫ്യൂവൽ സെല്ല് ഹൈലി എഫിഷ്യന്റ് ആണ്. 70%, ഓൾമോസ്റ്റ് ഒരു 70% എനർജി അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യും. How many coulombs of electricity are required to produce 20 gram of calcium from calcium chloride? എത്രയായിരുന്നു ആൻസർ, കൂളോംബ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, കൂളോംബ് ആൻസർ ഏത് വരും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് എന്താണ്, കാൽഷ്യം ക്ലോറൈഡിൽ നിന്നും എന്താ നമുക്ക് 20 ഗ്രാം കാൽഷ്യം ഡെപ്പോസിറ്റ്, അതായത് കറണ്ട് കടത്തി വിടുമ്പോൾ കാൽഷ്യം ക്ലോറൈഡ് അയണൈസ് ചെയ്തിട്ട് നമുക്ക് കാൽഷ്യം ഒരു പർട്ടിക്കുലർ കാഥോഡിൽ ആനോഡിൽ നമുക്ക് ഡിപ്പോസിറ്റ് ചെയ്യും. അത് 20 ഗ്രാം ഡിപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര കറണ്ട് കടത്തി വിടണം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്, കാൽഷ്യം ക്ലോറൈഡ് അയണൈസ് ചെയ്ത് അല്ലേ, ദാറ്റ് ഈസ് Ca2++ 2Cl- ആയിട്ടാണ് അയണൈസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിൽ കാൽഷ്യം ഡിപ്പോസിറ്റ് ചെയ്യും. ഇപ്പൊ കാൽഷ്യം എങ്ങനെയാണ് ഡിപ്പോസിറ്റ് ചെയ്യുന്നത്, Ca2++ 2 ഇലക്ട്രോൺ, അങ്ങനെയാണ് നമുക്ക് കാൽഷ്യം ഡിപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ 2 ഇലക്ട്രോൺസ് എത്ര ഫാരഡ് വരും, 2 ഫാരഡ് അല്ലെ. 2 ഇലക്ട്രോൺ ആകുമ്പോൾ 2 ചാർജ് 2 ഫാരഡ്. 2 ഫാരഡ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് എത്ര ഗ്രാം, ഒരു കാൽഷ്യം എന്ന് പറഞ്ഞാൽ 1 മോൾ കാൽഷ്യം അല്ലേ ഇവിടെ. 1 മോൾ കാൽഷ്യത്തിന്റെ അറ്റോമിക് വെയിറ്റ് എത്രയാണ്, 40 ഗ്രാം അല്ലെ.
അപ്പോൾ 2 ഫാരഡ് കറണ്ട് കടത്തി വിടുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 40 ഗ്രാം കിട്ടും. അങ്ങനെയാണെങ്കിൽ 1 ഗ്രാം, ഓക്കെ, അത് ഇതിന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സിസ്റ്റമാറ്റിക് നോക്കുവാണെങ്കിൽ 1 ഗ്രാം കാൽഷ്യം ഡിപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എത്ര ഫാരഡ് കിട്ടണം? 1 ഗ്രാം കാൽഷ്യത്തിനാണെങ്കിൽ നമുക്ക് 2 ഫാരഡ് ബൈ 40. അങ്ങനെ എത്രയാണ് ചോദിച്ചിരിക്കുന്നത്? 20 ഗ്രാം അല്ലേ? ഇപ്പൊ 20 ഗ്രാം കാൽഷ്യം കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 2 ഫാരഡ് ബൈ 40 ആണ് 1 ഗ്രാമിന്റെ. അതേ ഇൻറ്റു 20 ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഇതും വെട്ടിപ്പോയി താഴെ 2 വരും. ഈ 2ഉം 2ഉം വെട്ടിപ്പോവും. എത്ര കിട്ടും? 1 ഫാരഡ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചത്? കൂളോംബിലാണ് ചോദിച്ചത്. അപ്പൊ ഫാരഡിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? കൂളോംബിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഫാരഡ് ഇസ് ഈക്വൽ ടു 96,500 കൂളോം. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? ഓപ്ഷൻ ബി വരും. ഇത് ഇത്രയും ചെയ്ത് നോക്കണ്ട. 40 ഗ്രാം പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 ഫാരഡ്, അങ്ങനെയെങ്കിൽ 20 ഗ്രാം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര ഫാരഡ്? 1 ഫാരഡ്. ആ രീതിയിൽ ചിന്തിക്കാം. ഇനി അതല്ല നമുക്ക് ഡയറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ, കറക്റ്റ് മൾട്ടിപ്പിൾ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ 2 രീതിയിൽ വരാം. ഫാരഡ് എത്രയാണെന്ന് ചോദിക്കാം, അതുപോലെ തന്നെ കൂളംബ് എത്രയിൽ. അപ്പൊ ഫാരഡും കൂളംബും എന്താണ് റിലേഷൻ? 1 ഫാരഡ് ഇസ് ഈക്വൽ ടു 96,500 കൂളം. ആ ഒരു റിലേഷൻ ഓർത്ത് വെച്ചിരുന്നാൽ മതി. അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സെൽ കോൺസ്റ്റന്റ് ഓഫ് എ സെൽ ഈസ് ഈക്വൽ ടു ഡാഷ്. ഒരു ഇലക്ട്രോളിറ്റിക് സെല്ലിന്റെ അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ സെൽ കോൺസ്റ്റന്റ് എത്രയാണ്? ഓപ്ഷൻ ഏതാ കറക്റ്റ് ഓപ്ഷൻ? L/A അല്ലേ? അതായത് ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ, അല്ല, നമ്മൾ എടുക്കുന്ന ഏതാ പർട്ടിക്കുലർ കണ്ടക്ടർ ഉണ്ട്, കണ്ടക്ടർ അല്ല, എന്താ പറയുക, ഇലക്ട്രോലൈറ്റ്, ആ അത്രേന്റെ ലെങ്ത് ഡിവൈഡ് ബൈ ഏരിയ, അതാണ് ഒരു സെൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. L/A ഇത് ഡയറക്റ്റ് കാണാൻ പഠിച്ചാൽ മതി. L/A ആണ്. റിഡക്ഷൻ പൊട്ടൻഷ്യൽസ് ഓഫ് 2 ഹാഫ് സെൽസ് magnesium and copper are -2.37 and +0.34. The cell potential is dash. 2 ഹാഫ് സെല്ലിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത് അല്ലെ? റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സെൽ എത്രയാണ് കണ്ടുപിടിച്ചേ? എന്തായാലും സെൽ പൊട്ടൻഷ്യൽ നെഗറ്റീവ് വരത്തില്ല. അപ്പൊ പിന്നെ എന്തായാലും ഓപ്ഷൻ എ തെറ്റാണ്. ബാക്കി 3 കറക്റ്റ് ഓപ്ഷൻ ഏത് വരും? ഇക്വേഷൻ എന്താണ്? സെൽ പൊട്ടൻഷ്യൽ. സെൽ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാല് ഈ സെൽ അല്ലെ, ഈ സീറോ സെൽ എന്ന് പറയാം. ഇപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത്. ഈ സീറോ സെൽ ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതും? ഇക്വേഷൻ എന്താണ്? ഈ കാഥോഡ് മൈനസ് ഈ സീറോ കാഥോഡ് മൈനസ് ഈ സീറോ ആനോഡ് അല്ലേ? ഈ സീറോ ആനോഡ്. അപ്പൊ ഇവിടെ കാഥോഡ് ഏതാണ്, ആനോഡ് ഏതാണ്? കാഥോഡ് ഏതാണ്? കാഥോഡായിട്ട് ആർ ആക്ട് ചെയ്യും? അതെങ്ങനെയാ മനസ്സിലാക്കുന്നത്? നമ്മൾ ഇലക്ട്രോ കെമിക്കൽ സീരീസ് അത് എന്ന് പറഞ്ഞുതരാം അതെങ്ങനെ പഠിക്കും എന്നുള്ളത്. അപ്പൊ ഇലക്ട്രോ കെമിക്കൽ സീരീസ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതാണ്. അതായത് ഫസ്റ്റ് നമുക്ക് മെറ്റൽസ് ആണ് കിട്ടുന്നത്. കാരണം മെറ്റൽസിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ വളരെ കുറവാണ്, അതായത് നെഗറ്റീവ് വാല്യൂ ആണ് വരുന്നത്. എല്ലാ മെറ്റൽസിനും അല്ല, നെഗറ്റീവ് വാല്യൂ ഉള്ള ആൾക്കാർ ആദ്യം വരും, പിന്നെ അതിനുശേഷം വാല്യൂ കൂടി വരും. ഓക്കെ, അപ്പൊ അതില് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടിയ ആളായിരിക്കും എപ്പോഴും കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് 2 വാല്യൂസ് തന്നിട്ടുണ്ട്. അതില് ഹയസ്റ്റ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഉള്ള ആളാണ് എന്ത്? കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യലി കുറഞ്ഞ ആളാണ് എന്ത്? ആനോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ ആർക്കാ? +3.34 അല്ലേ കൂടിയ വാല്യൂ? അത് ആർക്കാണുള്ളത്? കോപ്പറിനാണുള്ളത് അല്ലെ? അപ്പൊ കാഥോഡ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? കോപ്പർ ആയിരിക്കും അല്ലെ? അപ്പൊ കോപ്പർ, അതായത് നമുക്ക് കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ എന്താ? റിഡക്ഷൻ. അപ്പം കോപ്പർ 2+ Cu ആയിട്ട് മാറും. ഇതിൽ കൊടുത്തിരിക്കുന്ന ചേഞ്ച് നോക്കണ്ട, നമ്മളത് കൺഫ്യൂസിങ് ആക്കാൻ വേണ്ടി തന്നിരിക്കുക. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൊടുത്തിരിക്കുന്നത്, അപ്പോൾ റിഡക്ഷൻ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ കോപ്പർ കാഥോഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി മഗ്നീഷ്യം എന്തായിട്ട് മാറും? ആനോഡായിട്ട് മാറും അല്ലെ? അപ്പോൾ E0 മഗ്നീഷ്യത്തിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഓക്കെ, Mg2+Mg. പക്ഷെ ഇത് നടക്കുന്ന ആക്ച്വൽ എന്താണ് നടക്കുന്നത്? ആനോഡിൽ ഓക്സിഡേഷൻ ആണ് നടക്കുന്നത്. മഗ്നീഷ്യം 2+ ആവാണ്. പക്ഷെ നമുക്ക് ഒരു റിഡക്ഷൻ പൊട്ടൻഷ്യൽ തന്നിരിക്കുന്നത്, അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ തന്നെ ചേഞ്ച് ചെയ്തതാണ്. അപ്പൊ കാഥോഡും കിട്ടി, ആനോഡും കിട്ടി. ഇനി വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയല്ലോ. കോപ്പറിന്റെ വാല്യൂ എത്രയാണ്? +0.34 -
മഗ്നീഷ്യത്തിന്റെ വാല്യൂ എത്രയാണ്? -2.37. അപ്പോൾ മൈനസും മൈനസും പ്ലസ് ആവും. 0.34 പ്ലസ് 2.37 വരും. കറക്റ്റ് വാല്യൂ എത്രയാണ്? 2.71 വോൾട്ട്. അത്രയുമാണ് ഇവർ രണ്ടുപേരുടെ കമ്പൈൻ ചെയ്യുമ്പോഴുള്ള ഇലക്ട്രോ കെമിക്കൽ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അതായത് 10ാം ക്ലാസ് ലെവലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പം ജസ്റ്റ് നമുക്ക് അതായത് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ശ്രദ്ധിച്ചോണം. റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണോ എന്ന് നോക്കുക. അപ്പൊ നമ്മൾ IAPAC സൈൻ കൺവെൻഷൻ അനുസരിച്ച് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ആണ് സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് അല്ലേ. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോ കെമിക്കൽ സീരീസിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഇൻക്രീസിങ് ഓർഡറിലാണ് അയോൺസുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ ഹയസ്റ്റ് വാല്യൂ ഉള്ള ആൾ ആരാണോ ആ ആളിനായിരിക്കും റിഡക്ഷൻ, അതായത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഏറ്റവും കൂടുതൽ വെച്ചാൽ അത് പോസിറ്റീവ് വാല്യൂ ഉള്ള ആളായിരിക്കും. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടിയ ആളായിരിക്കും എന്ത് കാഥോഡായിട്ട് ആക്ട് ചെയ്യുന്നത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾ എന്തായിട്ട് ആക്ട് ചെയ്യും? ആനോഡായിട്ടും ആക്ട് ചെയ്യും. അപ്പൊ റിഡക്ഷൻ പൊട്ടൻഷ്യലിന്റെ വാല്യൂ കൂടുക എന്ന് വെച്ചാൽ എന്താണ്? അതിന് റിഡക്ഷൻ നടക്കാനാണ് ചാൻസ് കൂടുതൽ. ആ മെറ്റലിന് റിഡക്ഷൻ നടക്കാനായിരിക്കും ചാൻസ് കൂടുതലുള്ളത്. അപ്പോൾ ഈ വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കാഥോഡ് ആനോഡും പെട്ടെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിന്റെ ഇക്വേഷൻ വെച്ചിട്ട് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സെല്ല് കിട്ടും. സെൽ EMF എത്രയാണെന്നുള്ളത് കിട്ടും.